ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രഥമ ദൃഷ്ട്യാ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിലെ കുറ്റങ്ങൾ PMLA നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും ED കേസിലെ FIR-ഉം പ്രഥമ വിവരമൊഴിയും ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ED ഇക്കാര്യം അറിയിച്ചത്. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, ED കൂടി കളത്തിലിറങ്ങുമ്പോൾ പ്രതിരോധത്തിലാകുമോ CPM-ഉം ദേവസ്വം ബോർഡും? അരുൺ, അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വരികയാണ്. നമുക്കറിയാവുന്നതുപോലെ കണക്കുകളില്ലാത്ത ഒരുപാട് പണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതിൽ ഒരു വ്യക്തത വരുത്താൻ കൂടിയാണ് EDയുടെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്നും കട്ടിളപ്പടിയിൽ നിന്നും യഥേഷ്ടം സ്വർണ്ണമെടുത്ത് മറിച്ചു വിറ്റു എന്ന വിവരം ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളമാണ് പണം മറിഞ്ഞത്, എത്രത്തോളം കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും ഇതിനകം ലഭ്യമായിട്ടില്ല. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ബൈജുവും ഉൾപ്പെടെയുള്ളവരും അതുപോലെ തന്നെ N വാസു അടക്കമുള്ളവരുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നതിനൊപ്പം ശബരിമലയിൽ കഴിഞ്ഞ കുറേ കാലമായി നിൽക്കുന്ന സ്പോൺസർമാർ എന്ന പേരിൽ നിൽക്കുന്നവരുടെ കയ്യിലേക്ക് വരുന്ന പണവും പോകുന്ന പണവും എല്ലാറ്റിനും വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ കടക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ള പരിമിതി, നിലവിലുള്ള പണം എത്ര മറിഞ്ഞു എന്നതിന് ഇതുവരെയും ഒരു കണക്കില്ല. എത്ര സ്വർണം കൊണ്ടുപോയി എന്നതുപോലും കൃത്യമായി കണ്ടുപിടിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വരവ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തോടുകൂടി കള്ളപ്പണം കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ് അരുൺ. ഇപ്പോൾ താങ്ക് യു TV പ്രസാദ്.